കണ്ണൂർ അഴീക്കോട് മണ്ഡലത്തിലെ മുസ്ലിം ലീഗ് MLA കളത്തൊടിക മുഹമ്മദിന്റെ മകൻ ഷാജി എന്ന KM ഷാജി യഥാർത്ഥത്തിൽ ഒരു ഗവേഷകനാണോ എന്ന കാര്യം ചന്ദ്രിക ദിനപത്രം പോലും ഇനിയും പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഗുജറാത്തിലെ നരേന്ദ്രമോദിയാണ് തൻ്റെ ഖൽബിലെ മുത്ത് എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ആളാണ് ഷാജി. കണ്ണൂരിലെ യൂത്ത് ലീഗ് പ്രവർത്തകൻ ഷുക്കൂറിൻ്റെ കൊലപാതകത്തോടെ ഷാജിയിലെ ഗവേഷണ പടു വീണ്ടും കോണിച്ചിഹ്നം കയറിയിരിക്കുകയാണ്. ഇതാ ഷാജി തൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില കണ്ടെത്തലുകൾ നഗ്നമാക്കുകയാണ് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഷുക്കൂറിന്റെ ശബ്ദം എത്ര നേർത്തതാണ് CPM-കാരാ? ഷുക്കൂറിന്റെ ശബ്ദം അത്രമേൽ മുടച്ചതായിരുന്നു. ഒരു ഗ്രാമപ്രദേശത്തിലെ ഒരു കൊച്ചനുജന്റെ ശബ്ദം പോലും നിങ്ങൾ കലോസരമുണ്ടാക്കുന്നു. ഒഞ്ചിയം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ചന്ദ്രശേഖരനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പത്രവിതരണം നടത്തി ജീവിക്കുന്ന ദുർബലനായ ഫസലിനെ നിങ്ങൾക്ക് സഹിക്കാനാവുന്നില്ല. ജനാധിപത്യത്തെ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഉൾക്കൊള്ളാൻ കഴിയാത്തത് എന്ന് നിങ്ങൾ പറയൂ. മാർക്സിസ്റ്റ് പാർട്ടി ചിലതൊക്കെ തുറന്നു കാണിക്കപ്പെടാൻ വിധത്തിൽ ഇവിടെ ജനങ്ങളുടെ മുമ്പിൽ നഗ്നമാക്കപ്പെടുകയാണ് ഈ മൂന്ന് മതങ്ങളോടെ. ഇനി P. ജയരാജനെ കുറിച്ചുള്ള അന്വേഷണ ഫലങ്ങളിലേക്ക്. ഞാൻ ഒരു കാര്യം പറയുന്നു ജയരാജ, ഷുക്കൂറിന്റെ ചോര പുരണ്ട നിന്നെ, ഈ ഷുക്കൂറിന്റെ കൊലപാതകത്തിലെ കണ്ണിയായ നിന്നെ ഈ ജനാധിപത്യ വ്യവസ്ഥയുടെ ഏതറ്റത്ത് പോയും അതിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പിടിക്കുക തന്നെ ചെയ്യും. ജയരാജൻ ഭയപ്പെടില്ല. ഈ ഇരുട്ടിന്റെ മറവിൽ കത്തിയുമായി ഒരു യൂത്ത് ലീഗുകാരനും കാത്തിരിക്കില്ല. ഞങ്ങളുടെ നീതി അതല്ല. പക്ഷെ ജയരാജ, നിയമത്തിന്റെ ഇടനാഴിയിൽ നമ്മൾ പലപ്പോഴും കണ്ടുമുട്ടേണ്ടി വരും. അതിനു മുമ്പ് നിങ്ങൾക്ക് തീർക്കാവുന്നവരെ മുഴുവൻ തീർക്കാം. എന്നെ വേണമെങ്കിൽ, ഈ ഇരിക്കുന്നവരെ മുഴുവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കൊന്നു തീർക്കാം. അവസാനത്തെ ചങ്കിലെ ചോരയും അവസാനിക്കുന്നത് വരെ വിടില്ല ജയരാജനെ. അത് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വിടില്ല. VS-നെ കുറിച്ചുള്ള ഈ വെളിപ്പെടുത്തലുകൾ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യത്തേതാണ്. അച്യുതാനന്ദൻ, അദ്ദേഹത്തിന് ഒരു മാന്യതയുടെ രാഷ്ട്രീയ പരിവേഷമുണ്ട് കേരളക്കരയിൽ. അദ്ദേഹം ഉണ്ടാക്കി വെച്ച ഒരു പരിവേഷം. എന്നാൽ ഞാൻ ചോദിക്കട്ടെ, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഷുക്കൂറിന്റെ ഉമ്മ തിരുവനന്തപുരത്ത് സകല മീഡിയയും സാക്ഷി നിർത്തിയിട്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഉറങ്ങിയിട്ട് ഒരു വർഷമായി. എല്ലാം സംസാരിച്ചു കഴിഞ്ഞു. മീഡിയ പ്രവർത്തകർ ഒരു വല്ലാത്ത മാന്യതയോടുകൂടി ആ ഉമ്മയോട്, ആ ഉമ്മയുടെ സങ്കടത്തോട് അങ്ങനെ സമരസപ്പെട്ട് നിൽക്കുകയാണ് അവിടെ. പെട്ടെന്നൊരു ഏങ്ങല് പോലെ ആ ഉമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ ഉറങ്ങിയിട്ട് ഒരു വർഷമായി, എനിക്കവരെ പിടിക്കണം, എനിക്കവരെ കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, വേദനക്ക് എന്തിനാണ് സഖാവ് അച്യുതാനന്ദ ജാതി നോക്കുന്നത്, മതം നോക്കുന്നത്? ഷുക്കൂറിന്റെ ഉമ്മയുടെ സങ്കടം നിങ്ങൾക്കെന്തേ സങ്കടമല്ലേ? ഈ വാർദ്ധക്യത്തിലും സമരത്തിന്റെ പോരാട്ടം നടത്തുന്ന ഈ വർഗീയവാദിയായ അച്യുതാനന്ദ, നിങ്ങൾക്ക് എന്തേ ഷുക്കൂറിന്റെ ഉമ്മയുടെ സങ്കടമില്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയെ തന്റെ വരുതിക്ക് നിർത്താൻ വേണ്ടി സകല തറവേലകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന അച്യുതാനന്ദൻ കാണിക്കുന്നത് മാന്യതയാണ്. ആരുടെയൊക്കെ സങ്കടങ്ങൾ നിങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്? ഷുക്കൂറിന്റെ ഉമ്മയുടെ സങ്കടം ഏറ്റെടുക്കാൻ എന്തേ അച്യുതാനന്ദന്റെ മനസ്സിലെ ആ വർഗീയ പിശാച്ച് സമ്മതിക്കുന്നില്ലേ? CPM ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ടിനാണോ തമിഴ്നാട് DYSP-ക്കാണോ അധികാരം കൂടുതൽ എന്നതായിരുന്നു ഷാജിയുടെ മറ്റൊരു ഗവേഷണം. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ലാത്ത നിങ്ങൾ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് വലിയ തമാശ തോന്നിപ്പോയി. എന്താണ്? ഈ ഭരണത്തെ അട്ടിമറിച്ചാണ് ആരടോ? അച്യുതാനന്ദന്റെ 2 പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റാൻ ആവതില്ലാത്ത നിങ്ങൾ ഈ രാജ്യത്തെ ഉമ്മൻചാണ്ടിയുടെ ഭരണം അട്ടിമറിക്കുമെന്ന് പറയും. എടോ, അവനവനുള്ള ആരോഗ്യത്തിനനുസരിച്ചുള്ള കല്ലും വെയിറ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഒളിക്കിപ്പോകും. നിങ്ങളുടെ പാർട്ടി ആരാണോ? ഞാൻ ചോദിക്കട്ടെ, ആ അച്യുതാനന്ദൻ വലിയ വിടലുണ്ടല്ലോ. നിങ്ങൾ പറയുന്നത് കേഡർ പാർട്ടി ഏരിയ സെക്രട്ടറി പറഞ്ഞാൽ പോയി കൊല്ലും. ഏരിയ സെക്രട്ടറി എന്ത് ഏരിയ സെക്രട്ടറിയോടോ? ഓൾ ഇന്ത്യ സെക്രട്ടറി ആരാ? പ്രകാശ് കാരാട്ട്. അയാളാ പറഞ്ഞത് അച്യുതാനന്ദനോട് എവിടെ പോകരുത്, എന്താണ് കൂടംകുളത്ത് പോകരുത്. അച്യുതാനന്ദൻ നേരെ വണ്ടി എടുത്ത് പോയി. എവിടേക്കാണോ പോകരുത് അങ്ങോട്ട് പോയി. അതാണ് മൂപ്പരുടെ ശീലം. നേരെ ചെന്ന ഉടനെ അവിടുത്തെ DYSP പറഞ്ഞു, അണ്ണാ ഉറപ്പുണ്ടാക്കല, തിരുമ്പി പോകണ്ട. ഉടനെ മൂപ്പര് വണ്ടി തിരിച്ചു. DYSP-യുടെ വില പോലും ഓൾ ഇന്ത്യ സെക്രട്ടറിക്ക് കൽപ്പിക്കാത്ത ഇവിടുത്തെ പ്രതിപക്ഷ നേതാവിനെ വെച്ചങ്ങനെ പോകണത് ഇല്ലേ? അയാളുടെ 2 പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റാൻ ആവതില്ലാത്ത പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റിന്റെ ഓരത്ത് വന്ന് നിൽക്കാനുള്ള നട്ടല് നിങ്ങൾക്കില്ല, നിങ്ങൾക്ക് കഴിയില്ല. പിണറായി വിജയൻ തീപ്പന്തമാകാൻ പറഞ്ഞാൽ ആരൊക്കെ അതിന് തയ്യാറാകും എന്നതിലും നടത്തി ഒരു അന്വേഷണം. പിണറായി വിജയൻ പറയാൻ എന്താണ്? സഖാക്കൾ തീപ്പന്തമാകണം. ആർക്കെതിരെ? ഉമ്മൻചാണ്ടിക്കെതിരെ, PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ, ഈ ഗവൺമെന്റിനെതിരെ അല്ലേ? ഈ കണ്ണൂരിൽ ആ സഖാക്കൾ തീപ്പന്തമാകണം. ആര് തീപ്പന്താകും? പിണറായി. ആരാ തീപ്പന്താവേണ്ടത്? പിണറായിക്ക് ഒരു പുന്നാര മോനില്ലേ, വിവേക് കിരൺ, അവൻ തീപ്പന്താകുമോ? എങ്ങനത്തെ തീപ്പന്തം? ലണ്ടനിലാണ് 0 ഡിഗ്രിയാണ് തണുപ്പ്. തീപ്പന്തം പോയിട്ട് മേത്തിനും പോലും കത്താൻ കിട്ടില്ല അവിടെ. പിന്നെ തീപ്പന്തം പിണറായിന്റെ മോനെ കിട്ടോ? അതൊന്നും നടക്കുന്ന കാര്യമല്ല. എന്നാ പിന്നെ നമ്മുടെ ശ്രീമതി ടീച്ചറുടെ മോനെ
പമ്പിച്ച മരുന്ന് കച്ചവടത്തിന്റെ തിരക്കിലാണ് ആരോഗ്യമന്ത്രിയായതിന്റെ ബാക്കി പത്രം നടക്കട്ടെ. എന്നാ പിന്നെ നമ്മുടെ സഖാവ് അച്യുതാനന്ദൻ 80 വയസ്സിലും പോരാടുന്ന സഖാവ് അച്യുതാനന്ദൻ മൂപ്പര് മറ്റേ ദ്വീപ് നോക്കങ്ങ് വന്നിട്ട് വേണ്ടേ, മറ്റേ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടത്തണ്ടേ, അത് കഴിയണ്ടേ, ഓനെ കിട്ടൂല. എന്നാ പിന്നെ MA ബേബിന്റെ മോൻ തീരെ നടക്കൂല. എന്നാ പിന്നെ നമ്മുടെ കൊടിയേരിക്ക് 2 പുലി പോലത്തത് ഒരുത്തനെ കൊടുക്ക, ഒന്നവിടെ കിടക്കട്ടെ. രണ്ടും ദുബൈയിലൊക്കെ വമ്പിച്ച ബിസിനസ്സാണ്, എവിടെ നിന്ന് നടക്കാൻ. എന്നാ പിന്നെ തോമസ് ഐസക്കിന്റെ മോൻ വമ്പിച്ച ബുദ്ധിജീവിയാണല്ലോ, അത് തീരെ നടക്കൂല. കാരണം US പൗരനാണ്, അമേരിക്കൻ സിറ്റിസൺഷിപ്പാണ് തോമസ് ഐസക്കിന്റെ കുടുംബത്തിന്. പിന്നെ ഇവിടെ വന്നിട്ട് തീപ്പന്താവാൻ പറ്റുമോ? പിന്നെ ആര് തീപ്പന്താവണമോ? കൂത്തുപറമ്പിലെ പുഷ്പൻ, മരിച്ചുപോയ പാവപ്പെട്ട 5 രക്തസാക്ഷികൾ. ഒരു സഖാവിന്റെ നേതാവിന്റെ മോനും തീപ്പന്താവൂല, ഒരു മകനെയും ചുവന്ന കൊടി പിടിക്കാൻ കിട്ടൂല, അവനൊക്കെ വേറെ ഏർപ്പാടാണ്. മിച്ചഭൂമി സമരം, പങ്കാളിത്ത പെൻഷൻ സമരം എന്നിവയുടെ പരിണാമഗുപ്തി എന്നതും ഷാജി പഠന വിഷയമാക്കി. നിങ്ങളുടെ സമരം എന്താ? മിച്ചഭൂമി സമരം അറസ്റ്റ് വരിക്കാൻ പറഞ്ഞു. സഖാക്കൾ പതുക്കെ പറഞ്ഞു പോയി പണി നോക്ക്, ഒരുത്തരും പോയില്ലെന്നാ പത്രം എഴുതിയത്, പോയില്ല. പിന്നെ പറഞ്ഞു പങ്കാളിത്ത പെൻഷൻ വമ്പിച്ച സമരം. കെ ബാബു എന്ന് പറയുന്ന ഒരു മന്ത്രി പരസ്യമായിട്ട് പ്രസംഗിക്കാൻ എന്നോട് ഒരു സഖാബ് രാവിലെ വന്നിട്ട് പറഞ്ഞു ഉമ്മൻചാണ്ടിയോട് ഒന്ന് വിളിക്കാൻ പറയും. അപ്പൊ ബാബു പറഞ്ഞേ അത് നടക്കൂല. അപ്പൊ അയാൾ പറഞ്ഞു ഒരു മിസ് കോൾ അടിക്കപ്പെട്ടു. ഒരു മിസ് കോൾ അടിച്ച എന്തിനാന്ന് ചോദിച്ചാൽ അവനെ തിരിച്ചു വിളിച്ചോളാം, അങ്ങനെങ്കിലും ഇതൊന്നും തീരട്ടെ. അത് മിസ് കോൾ അടിക്കുന്ന ചോദിച്ചിട്ട് ഉമ്മൻചാണ്ടി ഫോണിന് ഓഫ് ആയി കളഞ്ഞു. നോക്ക്. എന്നിട്ട് നട്ടപ്പാതിരക്ക് 12 മണിക്ക് ഉമ്മൻചാണ്ടിയുടെ ആഫീസ് കയറിയിട്ട് സമരം തീർക്കുക. പട്ടാപ്പകൽ മനുഷ്യനോട് പറയാൻ പറ്റാത്ത ഏർപ്പാടിന് പോയാൽ തലയിൽ മുണ്ടിട്ട് 12 മണിക്ക് സമരം പിരിവെടുക്കേണ്ടി വരും. സഖാക്കളെ സമരത്തിനാണില്ല. എന്താണോ സഖാക്കളെ നിങ്ങൾ നന്നാവാത്തത്? എന്താ നിങ്ങൾ ഒരു ഗുണം പെട്ടു വരാത്തത്?